ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്കാണ്. ആദ്യം തന്നെ ഉത്തരപർവ്വത മേഖല എന്താണെന്ന് നോക്കാം. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. 1. ഹിമാലയൻ നിരകൾ, 2. ട്രാൻസ് ഹിമാലയൻ നിരകൾ, 3. പൂർവാചൽ അഥവാ വടക്ക് കിഴക്കൻ മലനിരകളും. ഹിമാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപംപ്പെട്ട ഒരു പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം 50 ആണ്. ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ട ടൈഗർ റിസർവാണ് കംലാങ്. അരുണാചൽ പ്രദേശിലെ കംലാങ് ആണ് ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ട ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി അഥവാ സെല്ല് നിലവിൽ വന്ന സ്ഥലമാണ് ഡെറാഡൂൺ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 12. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയാസ്, ഹിമാചൽ ലെസർ ഹിമാലയാസ്, സിവാലിക് ഔട്ടർ ഹിമാലയാസ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിൻറ്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉയരം 8611 മീറ്റർ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. 8586 മീറ്ററാണ് ഉയരം. സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം നന്ദാദേവി. 7816 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ ഒരു പർവ്വതനിരയാണ് സിവാലിക്. ഹിമാലയവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയൊക്കെയാണ്. മൗണ്ട് എവറസ്റ്റ് 8850 മീറ്റർ ഉയരം. കാഞ്ചൻജംഗയ്ക്ക് 8586 മീറ്റർ ഉയരം. നങ്ക പർവ്വതം 8126 മീറ്റർ ഉയരം മുതലായവ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്ക പർവ്വതം. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. പീർ പാഞ്ചൽ പർവ്വതനിരയും ഹിമാദ്രിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വര രൂപപ്പെട്ടിരിക്കുന്ന നദി ചലം നദി. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാലുമാണ്. ദൈവങ്ങളുടെ താഴ്വര കുളു. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളുവിലാണ്. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി. ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്ക് ഹട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാംഗ്രയാണ്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളെക്കുറിച്ച് നോക്കാം. മസൂറി ഉത്തരാഖണ്ഡ്, നൈനിറ്റാൾ ഉത്തരാഖണ്ഡ്, റാണിക്കട്ട് ഉത്തരാഖണ്ഡ്, അൽമോറ
ഉത്തരാഖണ്ഡ്, ബദരീനാഥ് ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്, ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ, ഗുൽമാർഗ് ശ്രീനഗർ, പഹൽഗാം ജമ്മു കാശ്മീർ, ഷിംല ഹിമാചൽ പ്രദേശ്, ചമ്പ ഹിമാചൽ പ്രദേശ്, ധർമ്മശാല ഹിമാചൽ പ്രദേശ്, ഡൽഹൌസി ഹിമാചൽ പ്രദേശ്, തവാങ് അരുണാചൽ പ്രദേശിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിരയാണ് സിവാലിക്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഹിമാലയൻ നിരയാണ് ഹിമാചൽ. ഷിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് റോഹ്താങ് ചുരം. പൈൻ, ഓക്ക്, ദേവദാരു, ഫീർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതിയാണ് തട്ടുതട്ടായിട്ടുള്ള കൃഷിരീതി അഥവാ ടെറസ് കൾട്ടിവേഷൻ. ഗംഗാ സമതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് സിവാലിക്. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായിട്ട് നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരയാണ് ഡ്യൂൺസ് എന്നറിയപ്പെടുന്നത്. ഡൂൺസ് താഴ്വരയിലെ പ്രധാന വൃക്ഷമാണ് സാൽ മരങ്ങൾ. ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക്. ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് പീക്ക് 15 എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. ഉയരം 8850 മീറ്റർ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ട്രാൻസ് ഹിമാലയൻ നിരകൾ ജമ്മു കാശ്മീരിൻ്റെ വടക്കും വടക്ക് കിഴക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയൻ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ട്രാൻസ് ഹിമാലയൻ നിരയിൽ വരുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം തിബറ്റ്. കൈലാസത്തിൽ തിബറ്റിൽ വിളിക്കുന്ന പേര് കാങ്റിങ് പോച്ചെ എന്നാണ്. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറമാണ്. റോസാപ്പൂക്കൾ സുലഭം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളിൽ അല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. ഒന്നാമത്തത് ഫെഡ്ചെൻകോ ആണ് തജാകിസ്ഥാനിലെ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നതും സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപാഡും സിയാച്ചിനിലാണ്. സിയാച്ചിൻ ഹിമാലയയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് നുബ്ര. നുബ്ര നദി ചെന്ന് ചേരുന്ന സിന്ധു നദിയുടെ പോഷക നദി ഷിയോക്ക്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. വടക്ക് കിഴക്കൻ മലനിരകൾ. ഉത്തരപർവ്വത മേഖലകളിലെ വടക്ക് കിഴക്കൻ മലനിരകളിൽ അഥവാ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് കാസി, ഗാരോ, ജയന്തിയ, മിസോ, നാഗ, പട്കായ് കുന്നുകളൊക്കെ. മൗസിൻഡ്രാം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാസി. അരുണാചൽ പ്രദേശിലും മ്യാൻമാറിനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിയിലായിട്ട് നിലകൊള്ളുന്ന പർവ്വത ഭാഗമാണ് പത്കായ് ഫം. മണിപ്പൂരിനും മ്യാൻമാറിനും ഇടയിലായിട്ട് അന്താരാഷ്ട്ര അതിർത്തിക്കായിട്ട് നിലകൊള്ളുന്ന കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ. ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിലായിട്ട് നീർമറി അഥവാ വാട്ടർ ഷെഡായിട്ട് നിലകൊള്ളുന്ന കുന്നുകളാണ് പത്കായ് ഫം, നാഗ കുന്നുകളും. ലുഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രാം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലമാണ് ചിറാപൂഞ്ചി. ചിറാപൂഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര. ദക്ഷിണേന്ത്യയിലെ ചിറാപൂഞ്ചിയാണ് അഗുംബെ, കർണാടകയിലെ അഗുംബെ. കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. മ്യാൻമാറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വത നിരയാണ് അരക്കൻയോമ. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി സർ സിഡ്നി ബെർണാഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം, നേപ്പാൾ ഹിമാലയം, കുമയൂൺ ഹിമാലയം,
ആസാം ഹിമാലയം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ജോഗ്രഫിയിലെ ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ത്യൻ ഭൂപ്രകൃതി ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്ക് നന്ദി, നമസ്കാരം.